തീ തുപ്പുന്ന നായയെ കണ്ടിട്ടുണ്ടോ? 9 മീറ്റർ വരെ നീളത്തിൽ തീനാളം പ്രവഹിക്കുന്ന ഈ നായയുടെ സമീപത്ത് നിന്നാൽ തീർന്നു എന്ന് വേണം കരുതാൻ. തന്റെ യജമാനന് ഭീഷണിയാകുന്ന എന്തും കത്തിച്ച് ചാമ്പലാക്കുക എന്നതാണ് ഇവന്റെ ജോലി. തെർമോനേറർ എന്ന വിളിപ്പേരുള്ള ഇവൻ പലരുടെയും വജ്രായുധമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. തീ തുപ്പുന്ന ഡ്രാഗണിനു ശേഷം ഇങ്ങനെയൊരു ജീവി എന്നോർത്ത് തല പുകയ്ക്കേണ്ട. ഇതൊരു റോബോട്ട് നായയാണ്. തീതുപ്പാൻ ശേഷിയുള്ള യജമാനൻ റിമോട്ട് കൺട്രോളിൽ കൊണ്ടു നടക്കുന്ന റോബോട്ട് നായ. ഈ ഇത്തിരി കുഞ്ഞിന്റെ വിലയോ 8 ലക്ഷം രൂപ. ഇന്ന് ഇവന്റെ വിശേഷങ്ങളാണ് പറയുന്നത്. അതിനു മുൻപ് ഒരു ചോദ്യം. നമ്മുടെ സാങ്കേതിക വിദ്യയുടെ വളർച്ച മനുഷ്യരാശിയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെ ആയാലും കമന്റ് ബോക്സിൽ എഴുതൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം റോബോട്ടിക് വളർത്തുമൃഗങ്ങളെ കുറിച്ച് പറയാം. റോബോട്ടിക് വളർത്തുമൃഗങ്ങൾ എന്നാൽ എന്താണ്? ഉത്തരം ലളിതം. കൃത്രിമമായി ബുദ്ധിശക്തിയുള്ള യന്ത്രങ്ങളാണ് റോബോട്ടിക് വളർത്തുമൃഗങ്ങൾ. യഥാർത്ഥ വളർത്തുമൃഗങ്ങളുമായി സമാനത തോന്നിപ്പിക്കുമെങ്കിലും നിർമ്മിത ബുദ്ധിയാണ് ഇവയുടെ പ്രവർത്തനങ്ങൾക്ക് ആധാരം. 1990കളുടെ അവസാനത്തിലാണ് വളർത്തുമൃഗങ്ങളുടെ റോബോട്ടുകളെ മനുഷ്യൻ ഉണ്ടാക്കിയെടുത്തത്. ആദ്യത്തെ റോബോട്ടിക് വളർത്തുമൃഗങ്ങളുടെ നിർമ്മാണം വിജയകരമായിരുന്നുവെങ്കിലും പിന്നീടത് സങ്കീർണമായി മാറി. എന്നാൽ സാങ്കേതിക വളർച്ചയിൽ മെഷീൻ ലേണിംഗിലൂടെ വീണ്ടും അവയെ ഉണ്ടാക്കിയെടുക്കുക എന്നത് മനുഷ്യന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത ഒരു പ്രവൃത്തിയായി തുടങ്ങി. നിർമ്മിത ബുദ്ധി മനുഷ്യവിഭവങ്ങളെ തഴഞ്ഞു വളരുന്ന സാഹചര്യത്തിൽ വൻതോതിൽ റോബോട്ടിക് വളർത്തുമൃഗങ്ങളും വിപണിയിലെത്തുന്നുണ്ട്. മിക്ക ഉപഭോക്താക്കളും റോബോട്ടിക് വളർത്തുമൃഗങ്ങളെ വാങ്ങുന്നുമുണ്ട്. ജീവനുള്ള മൃഗങ്ങളെ പരിപാലിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ മറികടക്കാനാകുന്നതാണ് ഇവയെന്നതാണ് ഇവയുടെ മാർക്കറ്റിന്റെ പ്രധാനപ്പെട്ട ലാഭം. അതേസമയം ജീവനുള്ള വളർത്തുമൃഗങ്ങൾക്ക് വമ്പൻ തുകയാണ് ഈടാക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇങ്ങനെയൊരു തീരുമാനം ഉചിതമാണെന്നാണ് പലരും കരുതുന്നത്. വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നിട്ടും റോബോട്ടിക് വളർത്തുമൃഗങ്ങളെ യഥാർത്ഥ വളർത്തുമൃഗങ്ങളെ പോലെ പരിഗണിക്കുന്നുണ്ടെന്നാണ് ചില പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നിരുന്നാലും റോബോട്ടിക് വളർത്തുമൃഗങ്ങളെ ഉപയോഗിക്കുന്നത് എത്രത്തോളം ധാർമ്മികമാണ് എന്ന പ്രസക്തമായ ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. വളർത്തുമൃഗങ്ങളിൽ മനുഷ്യനേറെ ഇഷ്ടപ്പെടുന്ന പട്ടികളുടെ റോബോട്ടിക് വേർഷനും നല്ല ഡിമാൻഡാണെന്നുള്ളത്. 1940 അമേരിക്കൻ കമ്പനിയായ വെസ്റ്റിംഗ് ഹൗസ് നിർമ്മിച്ച സ്പാർക്കോ എന്ന റോബോട്ട് നായയാണ് അറിയപ്പെടുന്ന ആദ്യത്തെ റോബോട്ട് നായ. 1998 പുറത്തിറങ്ങിയ ഹാസ്ബ്രോയുടെ ഫർബിയും 1999 സോണിയുടെ IIBOയും ആയിരുന്നു വിപണിയിലെ ആദ്യ റോബോട്ടിക് വളർത്തുമൃഗങ്ങൾ. 2000 റോബോട്ടിക് മൃഗങ്ങൾ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെട്ടു. പരിചിതമായ മൃഗങ്ങളും പരിചിതമല്ലാത്ത മൃഗങ്ങളും സാങ്കല്പിക മൃഗങ്ങളും കഥാപാത്രങ്ങളായ മൃഗങ്ങളുമൊക്കെ ആ കൂട്ടത്തിൽ ഇടം പിടിച്ചു. നഴ്സിംഗ് ഹോമുകളിൽ താമസിക്കുന്ന പ്രായമായ ആളുകളാണ് ഈ വളർത്തുമൃഗങ്ങളുടെ പ്രധാന ഉപഭോക്താവ്. ജീവിത സായാഹ്നത്തിൽ അനുഭവപ്പെടുന്ന ഏകാന്തതയെ മറയ്ക്കാനാണ് പലരും ഇത്തരം റോബോട്ടുകളെ തനിക്കൊപ്പം കരുതുന്നത്. ഇവർക്ക് റോബോട്ടിക് വളർത്തുമൃഗങ്ങൾ സഹായകരമാണ് എന്നതിൽ തർക്കമില്ല. കാരണം അവർക്ക് സ്ഥിരമായി നടക്കാനോ ഭക്ഷണം നൽകാനോ യഥാർത്ഥ വളർത്തുമൃഗത്തെ പരിപാലിക്കാനോ കഴിയില്ല. ഓർമ്മശക്തിയും ചിന്താശേഷിയും നഷ്ടപ്പെടുന്ന ഡിമെൻഷൻ രോഗികൾക്ക് വേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്ത റോബോട്ടിക് വളർത്തുമൃഗങ്ങളും വിപണിയിലുണ്ട്. നായകൾക്കാണ് ഡിമാൻഡ് ഇതിൽ കൂടുതലുള്ളതെന്ന് പറഞ്ഞല്ലോ. നമ്മുടെ സന്തത സഹചാരിയായ നന്ദിയുള്ള, സ്നേഹിക്കുന്ന, വിശ്വസിക്കുകയും ചെയ്യുന്ന ശുനക റോബോയ്ക്ക് തന്നെയാണ് ഡിമാൻഡ് കൂടുതൽ. സ്നേഹിക്കൽ മാത്രമല്ലല്ലോ പട്ടികളുടെ കർത്തവ്യം, അവർ കാവൽക്കാർ കൂടിയാണ്. ഈ ദൗത്യം നിർവഹിക്കുന്ന ഉറക്കമില്ലാത്ത റോബോട്ടുകളും ഇന്ന് വിപണിയിലുണ്ട്. ഈ കൂട്ടത്തിലേക്കാണ് ലോകത്തിലെ ആദ്യ തീ തുപ്പുന്ന നായ കടന്നുവരുന്നത്. US ഒഹായോയിലുള്ള ഒരു കമ്പനിയാണ് തെർമോനേറർ എന്നു പേരുള്ള റോബോട്ടിനെ വിപണിയിൽ ഇറക്കിയിരിക്കുന്നത്. $9420 വില. അതായത് ഏകദേശം 8 ലക്ഷം രൂപയോളം മൂല്യമാണ് ഈ നായയ്ക്കുള്ളത്. ആവശ്യക്കാരന് ഈ നായയെ വാങ്ങാൻ അനുമതിയും ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഫ്ലെയിങ് ത്രോവർ എന്ന ഒരു ഉപകരണമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗം. പെട്രോളും ഡീസലും ചേർന്ന ഇന്ധനം ഉപയോഗപ്പെടുത്തിയാണ് ഇത് തീ തുപ്പുന്നത്. ഈ റോബോ നായയെ വാങ്ങുമ്പോൾ റിമോട്ടും കൂടെ ലഭിക്കും. ഈ റിമോട്ട് ഉപയോഗിച്ച് വിദൂരത്ത് നിന്ന് പോലും ഈ നായയെ നിയന്ത്രിക്കാൻ കഴിയും. ലേസർ സെൻസറുകളും ഈ റോബോട്ടിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. പൂർണ്ണമായും ഓട്ടോമാറ്റിക് ആയ രീതിയിലുള്ള പ്രവർത്തനം തൽക്കാലം ഇതിലില്ല. 9 മീറ്റർ വരെ നീളത്തിൽ തീനാളം തെറിപ്പിക്കാൻ കഴിയുമെന്നതാണ് കമ്പനി അവകാശപ്പെടുന്നത്. ടെർമിനേറ്ററുമായി സാമ്യമുള്ള പേരാണ് ഇവയ്ക്കുള്ളതെങ്കിലും ഇതിന്റെ ഉദ്ദേശം വേറെയാണെന്നാണ് കമ്പനി പറയുന്നത്. ലോക നന്മ എന്ന ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണത്രേ ഈ റോബോട്ടിനെ പുറത്തിറക്കിയത്. വന്യജീവി നിയന്ത്രണവും സംരക്ഷണവും, കാർഷിക മാനേജ്മെന്റ്, ഐസ് നീക്കൽ, വിനോദ പരിപാടികൾ തുടങ്ങിയവ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ ഫ്ലെയിം ത്രോവറുകൾ. എന്നാൽ ചിലർ ഈ റോബോട്ടിനെ ആയുധമായി ഉപയോഗിക്കാറുണ്ടെങ്കിലും US മെരിലാൻഡും കാലിഫോർണിയയും ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളിൽ ഇത് നിയമവിധേയം തന്നെയാണ്. ഇലോൺ മസ്കിന്റെ ബോറിംഗ് കമ്പനി ബ്ലോടോർച്ച് എന്ന പേരിൽ ഫ്ലെയിം ത്രോവറുകൾ ഇടയ്ക്ക് വിപണിയിലെത്തിച്ചിരുന്നു. 20,000-ലേറെ ഇത്തരം ഉപകരണങ്ങൾ ഇതിനോടകം തന്നെ പുറത്തിറക്കിയിട്ടുമുണ്ട്. തീ തുപ്പുന്ന നായയുടെ വിശേഷം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.